നയനയുടെയും ആദർശിൻ്റെയും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ജലജയും ദേവയാനിയും കൂടെ ചന്തുമോളെ പിറന്നാളൊക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുവാണേ. അപ്പോഴത്തേക്ക് ജലജ പറയുന്നുണ്ട് നവ്യയുടെ വീട്ടിൽ പോയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടേ. അപ്പം നമ്മൾ ദേവയാനി പറയും ചില നല്ല ആൾക്കാരുള്ളത് കൊണ്ട് നവ്യയ്ക്ക് അവൾക്ക് ദേഷ്യത്തോടെ അവൾ വാശിയൊക്കെ കാണിച്ചിട്ട് അവൾ അഭിയെയും കുഞ്ഞിനെയൊക്കെ കൊണ്ട് അവളെ വീട്ടിൽ പോയി, അല്ലെങ്കിൽ അവൾ തനിച്ചേ പോകത്തുള്ളായിരുന്നു എന്നിങ്ങനെ പറയും കുഞ്ഞിനെയും കൊണ്ട്. അപ്പം ജലജ ചോദിക്കും അതെന്താ ചേട്ടത്തി അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കും. അത് കഴിഞ്ഞ് നമ്മളെ മുത്തശ്ശനെ കാണിക്കുന്നുണ്ട്. അപ്പം നവ്യ ആണെങ്കിൽ ഭയങ്കര പ്രതിഷേധത്തിൽ നിൽക്കുക കേട്ടോ. ചന്തുമോളെ ബർത്ത്ഡേ ഇത്രയും ആഘോഷത്തോടെയൊക്കെ നടത്തിയത് കൊണ്ട് പിന്നെ അബിക്കാണെങ്കിലും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല, നവ്യയ്ക്കും ആണെങ്കിലും അതിനകത്തുള്ള വാശിയിൽ നിൽക്കുക. അപ്പം നമ്മളെ മുത്തശ്ശൻ്റെ അടുത്ത് വരുന്നുണ്ട് പരാതിയൊക്കെ ആയിട്ടെ. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് ഇതിൻ്റെ പ്രതിഷേധം കാണിക്കണമെങ്കിൽ മോൾ അനിയത്തിയാണ് കാണിക്കേണ്ടത്. മോൾ അനിയത്തിയാണെങ്കിൽ ചന്തുമോളോട് ആടിയും പാടിയൊക്കെ നടക്കുന്നുണ്ട്, പിന്നെ മോൾ എന്തിനാണ് ഇത്രയും ഇതിനകത്ത് പ്രതിഷേധം കാണിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ടേ. നമ്മളെ മുത്തശ്ശൻ കുറച്ച് കടുപ്പത്തിൽ തന്നെ പറയുന്നുണ്ട് കേട്ടോ നവ്യയെടുത്ത്. അങ്ങനെ നവ്യയ്ക്ക് പറയാൻ മറുപടിയൊന്നും ഇല്ലാതെ നവ്യ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം പിന്നെ നമ്മൾ അഭിയും കൂടെ ഉണ്ട്. അഭിയടുത്താണെങ്കിൽ മുത്തശ്ശൻ മുഖം പോലും കൊടുക്കുന്നില്ല. മുത്തശ്ശനാണെങ്കിൽ ഇപ്പം അഭിയടുത്ത് നോക്കുന്നത് പോലും മുത്തശ്ശന് ഇഷ്ടമല്ല കേട്ടോ. അത്രയ്ക്കും വെറുപ്പുണ്ട് മുത്തശ്ശൻ അഭിയടുത്ത്. അങ്ങനെ നമ്മളെ നവ്യയാണെങ്കിൽ നയനടുത്ത് ഇങ്ങനെ തട്ടിക്കയറാനൊക്കെ ചെല്ലുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ നയന പറയുന്നുണ്ട് ഞാനും ആദർശേട്ടനും ഇങ്ങനെ സന്തോഷമായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ അത് വേറെ ചിലരുടെ സന്തോഷം ഓർത്തുകൊണ്ടാണെന്നൊക്കെ ഇങ്ങനെ നയന പറയുന്നുണ്ട് കേട്ടോ. അതാരും മറക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നയനയാണെങ്കിൽ ഇങ്ങനെ അഭിയെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അഭിക്കാണെങ്കിൽ ദേഷ്യവും വൈരാഗ്യം എല്ലാം കൂടെ വെച്ചിട്ട് നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ പ്രമോ വീഡിയോ അവസാനിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതലുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്യണേ.